നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ജാതീയമായ അധിക്ഷേപവും പീഡനവും നേരിട്ടതായി ആരോപിച്ച് ഇൻഡിഗോയിലെ ട്രെയിനി പൈലറ്റ്. ഗുഡ്ഗാവിലെ ഇൻഡിഗോ എയർലൈനിന്റെ കോർപ്പറേറ്റ് ഓഫീസിലെ 3 മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പൈലറ്റ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 28-ാം തീയതി ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയിൽ വിമാനം പറത്താൻ യോഗ്യനല്ല എന്നും തിരിച്ചുപോയി ചെരുപ്പുകൾ തുന്നിക്കോളൂ എന്നും തന്നോട് പറഞ്ഞതായി പട്ടികജാതിക്കാരനായ പൈലറ്റ് പറഞ്ഞു. SC/ST അതിക്രമങ്ങൾ തടയൽ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം തപസ് ഡേ, മനീഷ് സാഗ്നി, ക്യാപ്റ്റൻ രാഹുൽ പാട്ടീൽ എന്നിവർക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ഭാരതീയ ന്യായ സംഹിത പ്രകാരം അധിക കുറ്റങ്ങൾക്കുള്ള വകുപ്പുകളും ചേർത്തിട്ടുണ്ട്. ബാംഗ്ലൂരിൽ സമർപ്പിച്ച പരാതി ഇപ്പോൾ ഇൻഡിഗോയുടെ കോർപ്പറേറ്റ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ഗുരുഗ്രാമിലെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ഇൻഡിഗോയുടെ ഓഫീസിൽ ഏപ്രിൽ 28-ാം തീയതി 30 മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ജാതീയമായ പരാമർശങ്ങൾ നടത്തിയതെന്ന് 35-കാരൻ പരാതിയിൽ പറയുന്നുണ്ട്. ഓഫീസിൽ പ്രവേശിച്ചയുടൻ തന്നെ അധിക്ഷേപം ആരംഭിച്ചുവെന്നും ഉദ്യോഗസ്ഥരിൽ ഒരാളായ തപസ് ഡേ തന്റെ ഫോണും ബാഗും പുറത്തു വെക്കാൻ ആവശ്യപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങളൊരു വിമാനം പറത്താൻ യോഗ്യനല്ല, തിരികെ പോയി ചെരുപ്പുകൾ തുന്നു, ഇവിടെ ഒരു കാവൽക്കാരനാകാൻ പോലും നിങ്ങൾക്ക് യോഗ്യതയില്ല എന്നായിരുന്നു അവരുടെ ജാതീയമായ അധിക്ഷേപം. പീഡനം ഒരിക്കൽ മാത്രം സംഭവിച്ച ഒന്നല്ലെന്നും സ്ഥിരമായി തൊഴിൽ പീഡനത്തിന് വിധേയനായിരുന്നുവെന്നും പരാതിക്കാരൻ പറയുന്നുണ്ട്. ശമ്പളത്തിൽ നിന്ന് അന്യായമായ കിഴിവുകൾ, നിർബന്ധിത പുനഃപരിശീലന സെക്ഷനുകൾ, യാത്രാ ആനുകൂല്യങ്ങൾ റദ്ദാക്കൽ, ആവർത്തിച്ചുള്ള മുന്നറിയിപ്പ് കത്തുകൾ എന്നിങ്ങനെയുള്ള പീഡനങ്ങളുടെ തുടർച്ചയായിരുന്നു ജാതീയമായ അധിക്ഷേപമെന്നും പൈലറ്റ് പറഞ്ഞു. ആരോപണങ്ങൾക്കോ FIR-നോ ഇൻഡിഗോ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. അതേസമയം ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഇടങ്ങളിലെ ദളിത് പ്രൊഫഷണലുകളുടെ സുരക്ഷ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയ്ക്കിത് തുടക്കമിട്ടിട്ടുണ്ട്. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിൽ ഈ വിഷയം ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. എക്സ് ഉപയോക്താക്കൾ എയർലൈനിന്റെ നിശബ്ദതയെ പോലും ചോദ്യം ചെയ്യുകയും ഉത്തരവാദിത്തം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്.